പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ബിസിയാണെന്ന് തോന്നുന്നു, ആരെയും കാണുന്നില്ല. ഇന്നത്തെ വിഷയം നമ്മുടെ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല മീഡിയാസും പിന്നെ സൂമാക്കി കാണിക്കുന്ന, അല്ലെങ്കിൽ പലരും അത് എടുത്ത് ഉപയോഗിക്കുന്ന ഒരവസ്ഥ, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആരെയും കാണുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീമാരെ, ചെറിയ കുട്ടികളെ കടത്തി എന്നത് ആ ഒരു ആരോപണത്തിൽ അറസ്റ്റ് ചെയ്തൊരു വിഷയവുമായിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ, അതായത് ഇന്റർനാഷണൽ ലെവലിലോ അല്ലെങ്കിൽ മറ്റേതര പിന്നെ മീഡിയാസിലൊന്നും ഞാനൊന്നും കണ്ടില്ല. ആകെ കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ കിടന്നിട്ട് ഭയങ്കര പുകിലാണ്. കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ജാതി തിരിച്ച്, മതം തിരിച്ച്, വർഗം തിരിച്ച്, രാഷ്ട്രീയം തിരിച്ച് എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ആഘോഷങ്ങളിൽ മീഡിയാസ് അവരുടേതായ രീതിയിലുള്ള സർവമാന ശക്തിയും എടുത്തുകൊണ്ട് ശക്തിയുക്തം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാര് അവർക്ക് കിട്ടിയ തുറുപ്പ് ചീട്ടിനെ അവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 വർഗങ്ങൾ, ഒന്ന് നമ്മുടെ കേരള മീഡിയാസ്, മെയിൻ ചാനലുകൾ, കേരളത്തിൻ്റെ മെയിൻ ചാനലുകൾ, മാതൃഭൂമി, മനോരമ, മഞ്ഞരമ, പിന്നെ ഇങ്ങനെ പിന്നെ തുടങ്ങിയിട്ടുള്ള മെയിൻ മാധ്യമ പിന്നെ മലരുകളാണ്. പിന്നെ രാഷ്ട്രീയക്കാർ. ഇക്കഴിഞ്ഞ 65-70 വർഷത്തോളം കേരളത്തിൽ മാറി മാറി ഭരിച്ച, ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇക്കഴിഞ്ഞ വർഷങ്ങളത്രയും ഇപ്പോഴത്തെ ഭരണമടക്കം കേരളത്തെ ഭരിക്കുന്ന ഇത്രയും 2 കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാറി മാറി ഭരിച്ച നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും അവർ തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ ഭരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ നാടിൻ്റെ ഓരോ വികസനങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഓരോ അധപതനങ്ങളും, നമ്മുടെ നാടിൻ്റെ വർഗീയതയും, നമ്മുടെ നാട്ടിലിപ്പോൾ ആകെ കൂടിയിട്ട് നമുക്ക് കൈമുതലായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഉള്ളത് കുറച്ച് വർഗീയതയും പിന്നെ കുറച്ച് ഈ പറയുന്ന രാഷ്ട്രീയവും. ഈ 2 കൂട്ടർക്കാണ് ഏറ്റവും കൂടുതൽ പിന്നെ കൂടുതൽ പ്രാമുഖ്യത്തോടു കൂടിയിട്ട് ഇവർ വന്നുകൊണ്ടിരിക്കുന്ന 2 അവസ്ഥ. ദിനേശ്, നമസ്തേ. അപ്പോൾ ഇത്രയും ഈ 2 കൂട്ടര്, എനിക്ക് മറ്റുള്ളവരുടെ പേരൊന്നും കാണാൻ പറ്റുന്നില്ല, 2-3 പേരെ കാണുന്നുണ്ട് ഇതിനകത്ത്. പക്ഷെ ഇതിനകത്ത് നിങ്ങളുടെ പേര് കാണിക്കുന്നില്ലല്ലോ. പ്രൊഫൈല് കാണുന്നുണ്ട്, പക്ഷെ അവരുടെ പേര് എഴുതി കാണിക്കുന്നില്ല. നെറ്റിന്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കന്യാസ്ത്രീമാരുടെ ഈ അറസ്റ്റും സംബന്ധിച്ച് ഇത്രയും വലിയ വിഷയമാക്കിയിട്ട് ഊതിപ്പെരുപ്പിക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, കന്യാസ്ത്രീമാര് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ പാടില്ലേ? മുരളീധരൻ പിള്ളൈ, നമസ്തേ. ഈ കമ്മ്യൂണിസ്റ്റുകാർ കന്യാസ്ത്രീമാര് തെറ്റ് ചെയ്താൽ അത് ശിക്ഷിക്കാൻ പാടില്ലേ? അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ? ഈ 2, അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മതം തിരിച്ച് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? എന്തിനാ? നമ്മുടെ നാട്ടിൽ ഇപ്പം ഇത്രയും കാലം മണിപ്പൂരിനകത്തിട്ട് കത്തിക്കുന്നു എന്ന് ഘോരം പിന്നെ വിളിച്ചു പറഞ്ഞ് അത് ഉണ്ടയില്ല വെടിയായി, അത് അവസാനിച്ചു. ഇപ്പോ ഒരു ചെറിയൊരു വിഷയത്തില് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ബാലവേല ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ അന്യസംസ്ഥാനത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്താണെങ്കിലും ശരി, നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. നമ്മുടെ നിയമസംഹിതകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് അനുവർത്തിക്കാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ അത് സാധാരണക്കാരൻ ചെയ്താലും അല്ലാത്തവർ ചെയ്താലും അത് എപ്പോഴും തെറ്റ് തന്നെയാണ്. അത് കന്യാസ്ത്രീമാർ ചെയ്തതുകൊണ്ട് തെറ്റാവാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അത് കൊണ്ടുവന്ന ആൾക്കാരും അതിന്
അത് കൂട്ടിച്ചേർത്തിയ ആൾക്കാരും കൂടിയിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേരളത്തില് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇറക്കി. അതായത് നാഗേന്ദ്രൻ എന്ന് പറയുന്ന പിന്നെ ഒരാൾ ഒഡീഷയിൽ ചെയ്തു. നമ്മുടെ നാട്ടിലും ഇതേപോലെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ തൃശ്ശൂർ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ കൊണ്ടുവന്ന ആളെ അറസ്റ്റ് ചെയ്തു എന്നോ അതോ അത് കൂട്ടിക്കൊണ്ടുവരാൻ വന്ന ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ, ഇവിടെ നിൽക്കണത് അത്ര ശരിയില്ല എന്ന് പറഞ്ഞു. അവരെ പറഞ്ഞു വിട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ കേരളത്തിൽ അതൊക്കെ നടക്കും. കാരണം കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഈ പറയുന്ന സംഗതികളൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് കേരളത്തിലെ രാഷ്ട്രീയം. ഈ കേരളത്തിലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രണ്ട് ടീമും മാറി 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 ഭരിച്ച കേരളത്തില് ഈ പറയുന്ന സംഗതികൾ ഈസി ആയിട്ട് നടക്കും. കാരണം അവരുടെ കയ്യിലാണ്, കോൺഗ്രസ്സുകാരുടെ കയ്യിലാണ് ക്രിസ്ത്യൻ സഭ, ക്രിസ്ത്യൻ സഭയുടെ കയ്യിലാണ് കോൺഗ്രസ്. അങ്ങനെയാണ് അവരുടെ ബന്ധം. അത് നമുക്ക് പറയാതെ പറയുന്ന, അതായത് നമ്മളാരും പറയാതെ പറയുന്ന അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ആരും പറയില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം എന്നതാണ് സത്യം. ഈ കോൺഗ്രസ് എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയ പേരാണ് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ സഭ. ക്രിസ്ത്യൻ സഭ പറയുന്ന പോലെയാണ് കോൺഗ്രസ്, കോൺഗ്രസ് പറയുന്ന പോലെയാണ് ക്രിസ്ത്യൻ സഭ. അവർ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ടൈപ്പാണ്. അപ്പോൾ അതൊരു ഭാഗത്ത്. അപ്പൊ അതേപോലെ തന്നെ ഇവർക്ക് പ്രിയപ്പെട്ട, ഈ പറയുന്ന കോൺഗ്രസിന് പ്രിയപ്പെട്ട മറ്റൊരു കുഞ്ഞാണ് ഈ പറയുന്ന SDPI. അതും ഇവരുടെ ഒരു ഭാഗമാണ്. ഇവർക്ക് രണ്ട് മക്കളാണ്, ഒന്ന് ഇതും ഒന്ന് അതും. ഇതിൽ ആർക്ക് പൊള്ളിയാലും കോൺഗ്രസിന് പൊള്ളും. കാരണം ഇവരുടെ അച്ഛനും അമ്മയും ഇവരെ ജനിപ്പിച്ചതടക്കം ഈ കോൺഗ്രസ് ആണെന്നാണ് അവരുടെ നാട്യം. അങ്ങനെയാണ്. അപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾക്കും അത് കന്യാസ്ത്രീമാരെന്നോ പള്ളിയിലച്ഛന്മാരെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പള്ളിയിലെ പാതിരിമാരായാലും ഈ സന്യാസിമാരായാലും ശരി, ഉസ്താദുമാരായാലും ശരി, ആരും നിയമത്തിന് അതീതരല്ല. ആരും, എല്ലാവരും നിയമം പാലിക്കപ്പെടേണ്ടവരാണ്, അല്ലേ? ആ നിയമം പാലിക്കപ്പെടേണ്ട അവസ്ഥയില് അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന രീതിയിൽ വരണം കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന സർവമാന കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരണം. അതല്ലെങ്കിൽ പിന്നെ അത് വൺ വേ ട്രാഫിക് ആയി പോവില്ലേ? ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജോസഫ് മാസ്റ്റർ കൈവെട്ടിയപ്പോൾ സഭ പോലും മാഷെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല. സത്യാണല്ലോ. നമ്മുടെ നാട്ടില് ഒരു കൂട്ടം തീവ്രവാദികള് അല്ലെങ്കിൽ ഒരു കൂട്ടം മത തീവ്രവാദികള് വന്നിട്ട് ജോസഫ് മാഷ് എന്ന മനുഷ്യന്റെ കൈ വെട്ടിക്കളഞ്ഞപ്പോൾ ആ മനുഷ്യനെ സഭ പോലും കൈവിട്ടു. സഭ പോലും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. അതൊരു ന്യായമായ കാര്യമാണോ? ഒരു സ്വന്തം വർഗത്തില് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തില് ഒരു മനുഷ്യനൊരു വീഴ്ച വരുമ്പോ അവനെ ചേർത്ത് പിടിക്കാനായിട്ട് ആ സഭയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ സഭ പിന്നെ എന്താണ്? നമ്മൾ എല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞു. ഒരു പള്ളിയിൽ അച്ഛനെ ആ പള്ളിയുടെ അകത്ത് കയറിയിട്ട്, പള്ളി മേടയിൽ കയറിയിട്ട്, പത്തനംതിട്ട ജില്ലയിലാണ് എന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആ പത്തനംതിട്ട ജില്ലയിൽ SDPIക്കാർ പ്രവർത്തകർ കുറെ ആൾക്കാർ പള്ളിക്കകത്ത് കയറിയിട്ട് പള്ളിയിൽ അച്ഛനെ ബൈക്ക് ഇടിച്ച് വീഴ്ത്തിയിട്ട് കൊല്ലാൻ നോക്കി. ഒരാളും പ്രതികരിച്ച് ഇവിടെ കണ്ടില്ല. അതിനെതിരെ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്താൻ, എന്തെങ്കിലും ഒരു വാക്ക് പറയാനായിട്ട് ഒരു സഭയും ഒരു കന്യാസ്ത്രീമാരും ഒരു പള്ളിയിലച്ഛന്മാരും ഇവിടെ റോഡിൽ ഇറങ്ങിയിട്ട് ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? എനിക്കറിയില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ ഈ ഒരു സൈഡ് മാത്രമായിട്ട് എന്തുകൊണ്ടാണ് പ്രതികരണം ഉണ്ടാവുന്നത്? അതൊരു എന്താ പറയാ, ടാർഗറ്റ് അല്ലേ? അപ്പൊ ഈ അച്ഛന്മാർക്ക് നേരെയും കന്യാസ്ത്രീമാർക്ക് നേരെയും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തെന്നുള്ള ചോദ്യത്തില് ഒരുപാട്, ഇപ്പൊ സിസ്റ്റർ അഭയ മരിച്ചിട്ട് ഇന്ന് വരെ ആ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. സത്യല്ലേ? ആ സിസ്റ്റർ അഭയ മരിച്ചത് അതായത് കന്യാസ്ത്രീ ആവട്ടെ, പിന്നെ ഒരു സന്യാസി ആവട്ടെ, അല്ലെങ്കിൽ ആരോ ആവട്ടെ, ഒരു മനുഷ്യനാണല്ലോ മരിച്ചത്. അപ്പൊ ആ മരണത്തില് ഒരു നീതിന്യായ പിന്നെ കാര്യങ്ങളുടെ അവസ്ഥ വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് മറയ്ക്കപ്പെട്ടു പോകുന്നത്? അത് ഒരു മതവിഭാഗത്തിന്റെ ആവുമ്പോ അത് മറയ്ക്കപ്പെട്ടു പോകുന്നു. അതെന്തുകൊണ്ടാ? ഇപ്പൊ ഫാദർ മറ്റേ പിതാവാണെന്ന് തോന്നുന്നു, ഫ്രാങ്കോ അച്ഛന്റെ ഒരു പീഡന കേസ് നമ്മളുടെ എല്ലാവരുടെയും മുമ്പിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. കുറെ കാലം മീഡിയാസ് എല്ലാവരും ആഘോഷിച്ചതാണ്. ഫ്രാങ്കോ പിതാവിന്റെ പീഡന കേസ് കന്യാസ്ത്രീമാരെല്ലാവരും വരുന്നു ലൈവായിട്ട്, മറ്റുള്ളവരെല്ലാവരും സംസാരിക്കുന്നു, മീഡിയാസ് ഇങ്ങനെ കത്തിക്കേറുന്നു, എല്ലാവരും കൂടിയിട്ട് അതിന്റെ പുറകെ പോകുന്നു. അത് ഇപ്പോ മറന്നു, അവസാനം എന്തായി തീർന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അതായത് തെറ്റ് ചെയ്തവരെ എപ്പോഴും എന്തുകൊണ്ടാണ് സഭ സംരക്ഷിക്കുന്നത്? എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നാട്ടിൽ നടക്കുന്ന ഒരു പൊതുവിഷയമായതുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രം. അല്ലാണ്ട് ഇപ്പം ഇയാൾക്ക് എന്താണ് ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഞാനൊരു
സാധാരണ ഒരു സാധാരണക്കാരിയാണ്, അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മുടെ നാട്ടിലെ വോട്ടവകാശമുള്ള ഒരു ആളാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വക കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. കാരണം എല്ലാം നമ്മുടെ സമൂഹത്തിൽ ബാധിക്കുന്നുണ്ടല്ലോ. മതാടിസ്ഥാനമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? അതാണ് ചോദ്യം. അത് മതത്തിൻ്റെതായതുകൊണ്ടാണോ? അതും രണ്ട് മതവിഭാഗങ്ങള്, ഒരു ക്രിസ്ത്യൻ മതത്തിലും ഒരു മുസ്ലിം മതത്തിലും സംഭവിക്കുമ്പോൾ മാത്രമേ അത് വിഷയങ്ങളാവുന്നുള്ളൂ. അത് ഒരു ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനോ സന്യാസിയോ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടിവാരം വരെ വലിച്ചു കീറി പുറത്തോട്ടിടാനായിട്ട് മീഡിയാസിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഒരു ഹിന്ദുവിന്റെ കുടുംബത്താണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദുവാണ് അതിലെ പ്രതി എന്നുണ്ടെങ്കിൽ അവന്റെ അടിവാരം വരെ വലിച്ച് അഡ്രസ്സ്, പേര്, ജനിച്ചത് എവിടെ, ജാതകം, അടിക്കുറിപ്പ്, അങ്ങനെ സർവത്ര കാര്യങ്ങളും വലിച്ച് പുറത്തേക്കിട്ട് അത്രയും പബ്ലിക്കായിട്ട് വലിച്ചു കീറാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഈ പറയുന്ന മീഡിയാസിനോ മറ്റുള്ളവർക്കോ ഇല്ല. പക്ഷേ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് അതിനെക്കുറിച്ച് അത് അപ്പാടെ, അതായത് അപ്പാടെ അത് മരവിപ്പിക്കുന്ന രീതിയിൽ പേര് പോലും പറയാനായിട്ട് നമ്മുടെ മീഡിയാസിന് ഭയമാണ്. അതാണ് മതത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന മീഡിയാസും രാഷ്ട്രീയക്കാരും. എന്നിട്ട് അവർ പറയും നമ്മളെ വർഗീയവാദികളെന്ന്. ഇതൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയക്കാർ നമ്മളോട് പറയും നിങ്ങൾ വർഗീയവാദികളാണെന്നുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മതാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചാനൽസും മുഖ്യമാമ മാധ്യമങ്ങളും ഈ പറയുന്ന രാഷ്ട്രീയക്കാരുമാണ്. അവർക്കാണത് കൂടുതൽ, അവരാണ് ചേർത്ത് പിടിക്കുന്നവര്. അപ്പൊ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാൻ പാടില്ല, അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. അല്ലാത്തവർക്ക് എന്തു ആവാം, സാധാരണക്കാരന്റെ നേരെ എന്തു ആവാം. ഒരു ഇച്ചിരി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നെ കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് അവനെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ. കുറച്ച് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു പാവത്തിന് തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ. മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, അതും സ്ഥിരബുദ്ധി ഇല്ലാത്തൊരു ചെറുപ്പക്കാരനെ, ഒരു ആദിവാസിയായിട്ടുള്ള ഒരു യുവാവിനെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ. ആ നാട്ടിൽ തന്നെയാണ് ഗോവിന്ദച്ചാമി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നിട്ട് അതിനെ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് കേസ് വാദിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തിയിട്ട് ജയിലിലിട്ട് ഇപ്പോഴും തീറ്റിപ്പോറ്റി അവന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവന്റെ ശരീരത്തിന്റെ ഭാരമൊക്കെ കുറച്ച് ജയിലിൽ ചാടിയതും അതും നമ്മുടെ നാട്ടിലാണ്. കോമഡിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ രാഷ്ട്രീയവും നിയമങ്ങളും അത് വളച്ചൊടിക്കാനുള്ള കഴിവുകളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുമാവാം, എങ്ങനെയും ആവാം, എവിടെ വരെ വേണമെങ്കിലും ആവാം. ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയുന്നു, നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന, നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ നാടിനെ അധപതിപ്പിക്കുന്ന രണ്ട് വർഗങ്ങള്, ഒന്ന് മെയിൻ മാധ്യമങ്ങളും, രണ്ടാമത്തെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും. അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ നിങ്ങൾ പറയുന്ന പോലെ കേൾക്കാം. ഈ രണ്ട് കൂട്ടരാണ് നമ്മുടെ നാടിനെ അധപതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രിമിനൽ കാര്യങ്ങൾ മുഴുവനും അതിനെ സപ്പോർട്ട് ചെയ്യാനും രക്ഷപ്പെടുത്താനും ഈ പറയുന്ന രാഷ്ട്രീയക്കാരാണ്. ആ രാഷ്ട്രീയക്കാരും അവർക്ക് സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാം. അതില്ലാത്ത സാധാരണക്കാരന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹമാണ്. അത് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്ന പോലെ, സാധാരണക്കാരന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മധുവിനെ തല്ലിക്കൊന്ന പോലെയാണ്. സാധാരണക്കാരൻ ഇന്ന് നിൽക്കുന്നത് ആദിവാസി യുവാവ് മധു എന്നവന്റെ അതേ ലെവലിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഒരു അറസ്റ്റ് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ബാലവേല ചെയ്യിക്കുന്ന കുട്ടികളുടെ 18 വയസ്സ് കഴിയുന്നതിന് മുമ്പ് കൊച്ചുകുട്ടികളെ അന്യനാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് അവരെ കൊണ്ടുവന്നിട്ട് ബാലവേല ചെയ്യിക്കുന്ന രീതിയിൽ പല അച്ഛനമ്മമാരും കുട്ടികളെ ഈ ദേശത്തു നിന്നൊക്കെ കുട്ടികളെ പൈസയ്ക്ക് വേണ്ടിയിട്ട് 10,000 രൂപയോ 15,000 രൂപയോ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ വിൽക്കാനായിട്ട് തയ്യാറാവുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് ഈ നാട്ടിൽ. അപ്പൊ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ നിയമത്തിന്റെ പേരിൽ അത് അറസ്റ്റ് നടന്നത്. അല്ലെങ്കിൽ പിന്നെ ആ നിയമം ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. ബാലവേല ചെയ്യിക്കാൻ പാടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ബാലവേല ചെയ്യിക്കുന്ന കുറ്റല്ലേ? ആ കുറ്റം ചെയ്താൽ അറസ്റ്റ് ചെയ്യില്ലേ? പണ്ട് നമ്മുടെ നാട്ടില് തൈക്കാട്ടുശ്ശേരിയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒല്ലൂര് തൈക്കാട്ടുശ്ശേരി ഒരു ഇതേപോലെ പള്ളിയില് ഒരു കുട്ടി, ഒരു 8 വയസ്സോ 9 വയസ്സോ മറ്റോ പ്രായം, ഈ പറയുന്ന കുർബാന കൈകൊള്ളപ്പാടിന് ഉടുപ്പ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പള്ളിമേടയിലേക്ക് ആ കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് ആ കുട്ടിയെ അവിടുത്തെ അപ്പോഴത്തെ വികാരിയായിരുന്ന ആ അച്ഛൻ എന്തൊക്കെയോ ചെയ്തു. അവസാനം രാഖി രാമായണം, അതായത് കുട്ടി എന്തൊക്കെ ചെയ്തിട്ട് ഉടുപ്പ് കൊടുക്കാം, അത് പാവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയെ ഈ പറയുന്ന കുർബാന കൈക്കൊള്ളപ്പാടിന് ഇടാനുള്ള ഉടുപ്പ് കൊടുക്കാന്നുള്ള വ്യാജേന പള്ളിമേടയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. അതൊക്കെ വലിയ വിവാദ വിഷയമായതാണ്. രാഖി രാമായണം അച്ഛനെ വിദേശത്തേക്ക് കയറ്റിവിട്ടു സഭ.
എനിക്ക് മുഴുവനും കൃത്യമായിട്ട് അങ്ങോട്ട് അത് പറയാനായിട്ട് ഓർമ്മയില്ല. പക്ഷെ അതിപ്പോഴും എന്റെ ഓർമ്മയിലുള്ള ഈ ഒരു കാര്യമാണ് തൈക്കാട്ടുശ്ശേരി ആ ഭാഗത്ത് സംഭവിച്ചിട്ട് 9 വയസ്സായ ഒരു കുട്ടി. ഈ അവസ്ഥ തന്നെ അപ്പുറത്തെ വിഭാഗത്തിലും സംഭവിക്കുന്നുണ്ട്. എത്രയോ ഉസ്താദുമാര് ഈ കൊച്ചുകുട്ടികളെ ഈ മദ്രസയിൽ കൊണ്ടാക്കിയിട്ട് ആ കുഞ്ഞു മക്കളെ കുറെ കേസുകൾ പുറത്തേക്ക് വരുന്നു, കുറെ കേസുകൾ അറിയുന്നില്ല. രക്ഷിതാക്കൾ പോലും അതിന് സപ്പോർട്ടീവാണ്. ഈ ഉസ്താദുമാർക്ക് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കൊണ്ടുകൊടുത്ത അമ്മമാര്, ഈ പറയുന്ന പെൺകുട്ടികളുടെ അമ്മമാര് മാറി 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 മാറിയിട്ടാണ് ഓരോ ദിവസവും അവനവന്റെ വീട്ടിൽ നിന്ന് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഉസ്താദുമാർക്ക് തിന്നാൻ കൊണ്ടു കൊടുക്കുന്നത്. ആ കൊണ്ടു കൊടുത്തിട്ട് അവരുടെ മക്കളെ തന്നെയാണ് ഈ ഉസ്താദുമാര് പീഡിപ്പിക്കുന്നത്. അതും പുറത്തേക്ക് വരാത്ത വിഷയങ്ങളാണ്. എത്രയോ കുഞ്ഞുമക്കള് പീഡിപ്പിക്കപ്പെടുന്നു ഈ പറയുന്ന മദ്രസകളിൽ. ഒരാളും ചോദിക്കില്ല, ആ പേര് പോലും ഒരാൾ പറയില്ല. ഭയമാണ് ഈ പറയുന്ന മെയിൻ മാധ്യമ മലരുകൾക്കും ഈ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർക്കും പിന്നെ യാതൊരു തരത്തിലുള്ള റബ്ബർ സ്റ്റാമ്പ് പോലുള്ള നട്ടെല്ലും കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയക്കാർക്കും അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാനായിട്ട് യാതൊരു തരത്തിലുള്ള നട്ടെല്ലും ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. നമസ്തേ ഹാഷിം. സത്യമാണത്. വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ ഇത് മുഴുവൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അതിപ്പോ കന്യാസ്ത്രീമാര് കൊണ്ടുവന്ന് കുട്ടികളെ ബാലവേലയ്ക്ക് കൊണ്ടുവന്നെങ്കിൽ അത് കൊണ്ടുവന്നത് തെറ്റാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തത് അതെന്താണ് ഇത്ര പറയാൻ മാത്രം? കന്യാസ്ത്രീമാർ അങ്ങനെ ചെയ്തെങ്കിൽ അത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയല്ലേ? അത് നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾക്കും തലയ്ക്ക് വെളിവുള്ള ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ തലയ്ക്ക് വെളിവുള്ള ക്രിസ്ത്യാനികൾക്ക് സംഭവങ്ങളെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുന്ന ക്രിസ്ത്യാനികൾക്ക്, തലയ്ക്കകത്ത് വെളിച്ചമുള്ള ക്രിസ്ത്യാനികൾക്ക് ഈ സംഗതി തെറ്റാണ്, അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് ആർക്കായാലും വിവരമുള്ളവന് അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്നുള്ളത് അവർ അംഗീകരിക്കും. അതല്ലാതെ അതിനെ വളച്ചൊടിച്ച് മറ്റ് പല തരത്തിലും അത് മുതലെടുപ്പ് നടത്താനായിട്ട് നടക്കുന്ന മനുഷ്യർക്ക് അവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം, എങ്ങനെ വേണമെങ്കിലും അതിനെ ന്യായീകരിക്കാം എന്നതാണ് വാസ്തവം. ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചു, ചില്ലറ സമാധാനക്കേടല്ല. തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചു. അപ്പൊ ഒരു കൂട്ടം ആൾക്കാര് ഇപ്പൊ നോക്കൂ, ഈ ഒരു കന്യാസ്ത്രീമാരുടെ വിഷയം ഉണ്ടായി. ഈ കന്യാസ്ത്രീമാര് കുട്ടികളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ അത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ പറയാം എന്തായാലും രാഷ്ട്രീയക്കാര് ഈ രണ്ടു കൂട്ടരും, ഈ കോൺഗ്രസ്സുകാരാണെങ്കിലും ഈ പറയുന്ന പിന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെങ്കിലും എന്താ പറയാ, നിങ്ങൾ അനുഭവിച്ചു. തൃശ്ശൂർക്കാരോടാണ് ഞാൻ പറയണത്. തൃശ്ശൂർക്കാരോട് പറയും, തൃശ്ശൂരുള്ള കന്യാസ്ത്രീമാരോടും അവിടുത്തെ സഭാ മേലാധികാരികളോടൊക്കെ പറയും, നിങ്ങളൊക്കെ കൂടിയിട്ടല്ലേ സുരേഷ് ഗോപി ജയിപ്പിച്ചേ, അനുഭവിച്ചോ. എന്തനുഭവിച്ചു? ഇത് പറയുമ്പോ ഈ രാഷ്ട്രീയക്കാർ തിരിച്ചു പറയുമ്പോ അവരോട് തിരിച്ചു പറയാനായിട്ട് ഇവർക്ക് ചങ്കൂറ്റം ഉണ്ടാവണം. എന്ത്, ഞങ്ങൾ സുരേഷ് ഗോപി ജയിപ്പിച്ചു, അതിനെന്താ വേണ്ട? സുരേഷ് ഗോപി എന്തെങ്കിലും പീഡിപ്പിക്കാൻ വന്നോ, ചാടിപ്പിക്കാൻ വന്നോ, ആരുടെങ്കിലും നെഞ്ചത്തോട്ട് കയറാൻ വന്നോ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ആർജവം ഉണ്ടാവണം. തൃശ്ശൂർക്കാരായിട്ടുള്ള ഈ പറയുന്ന തൃശ്ശൂർക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് സുരേഷ് ഗോപി ജയിപ്പിച്ചത് നിങ്ങളല്ലേ ജയിപ്പിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ജയിപ്പിച്ചേ. അപ്പൊ പറയും, ഒരു സ്വർണ്ണക്കിരീടം കൊണ്ട് വെച്ചപ്പോ നിങ്ങളൊക്കെ അങ്ങോട്ട് മയങ്ങിപ്പോയില്ലേ? സ്വർണ്ണക്കിരീടം വെച്ചപ്പോ ഞങ്ങൾ മയങ്ങിപ്പോയി, അതിനിപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിക്കാനുള്ള ആർജവം ഓരോരുത്തർക്കും ഉണ്ടാവണം. അതല്ലെങ്കിൽ ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോഴേക്കും നമ്മൾ പകച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മുതലെടുപ്പിന്റെ അവസ്ഥയായിട്ട് മാറും. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂര് പിന്നെ സുരേഷ് ഗോപി ജയിപ്പിച്ചില്ലേ, ഇനി അനുഭവിച്ചോ. കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് മണിപ്പൂരില് കത്തിക്കൊണ്ട് നിന്ന രണ്ട് പിന്നെ ഇതിൽപ്പെട്ട വർഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ തമ്മിൽ അടിച്ചുകൊണ്ടിരുന്നിരുന്ന മണിപ്പൂരില്, അത് വർഷങ്ങളായിട്ട് അടിച്ചുകൊണ്ടിരുന്നിരുന്ന മണിപ്പൂരില് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോ BJP സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് മണിപ്പൂരിൽ പ്രശ്നം ഉണ്ടായി എന്നുള്ള രീതിയിലേക്ക് ഇവരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച ആൾക്കാരാണ് ആൾക്കാർ. അതാണ് രാഷ്ട്രീയക്കാര്. അപ്പൊ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ച കാരനാണ് എവിടുന്നോ ബാലവേലയ്ക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിപ്പിച്ച കാരനാണ്. അല്ലാതെ തെറ്റവർ ചെയ്തിട്ടല്ല. നിങ്ങളുടെ കയ്യിൽ തെളിവില്ലാണ്ട്, നിങ്ങൾ ചെയ്ത തെറ്റിന് തെളിവില്ലാണ്ട് നിങ്ങളെ ആർക്കെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്ത് നേരാണെങ്കിൽ നമ്മളെ ഒരാളും പിടിക്കില്ല, ഉണ്ടോ? അപ്പൊ നമ്മുടെ ഭാഗത്ത് തെറ്റ് വന്നത് കൊണ്ടാണ് നമ്മളെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ അത് തന്നെയാണല്ലോ ഓരോ വ്യക്തികൾക്കും സംഭവിക്കുന്നത്. അത് സത്യമാണല്ലോ. അതല്ല അവിടെ ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ചെന്നായ് കൂട്ടങ്ങള്, ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രണ്ടു കൂട്ടരും മാറി മാറിയിട്ട് അവർ ചെയ്യുന്ന കളികൾ എന്ന് പറഞ്ഞാൽ ചെന്നായ് കളികളാണ്. നമ്മുടെ ഈ മറ്റേ എന്താ പറയാ, കുളത്തിന്റെ അവിടെ വെള്ളം കലക്കി ആട്ടിൻകുട്ടി വെള്ളം കലക്കി, നീയാണ് വെള്ളം കലക്കിയെന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ച് തിന്നുന്നൊരവസ്ഥയുണ്ടല്ലോ. ആ ചെന്നായ് സ്വഭാവമാണ്, ചെന്നായിയുടെ സ്വഭാവമാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ.
ന്യായം എന്താണ് അന്യായം എന്താണെന്നുള്ളതല്ല, അവസ്ഥ ഇതാണ്. ഇപ്പൊ ഈ മെയിൻ മാധ്യമങ്ങള് ഈ അറസ്റ്റിന്റെ കേസ് ഇത്രത്തോളം ഭയങ്കരമായിട്ട് പർവ്വതീകരിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ പർവ്വതീകരിച്ച മെയിൻ മാധ്യമങ്ങള് എപ്പോഴെങ്കിലും ഒരു റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പി, അല്ലെങ്കിൽ ഒരു എഫ്ഐആറിന്റെ കോപ്പി അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു ജാമ്യാപേക്ഷ തള്ളിപ്പോയതിന്റെ കോപ്പി എന്തെങ്കിലും കാണിക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ടോ? ഒരു എഫ്ഐആർ ഉണ്ടാവുമല്ലോ, ഒരു കേസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എഫ്ഐആർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് ഇന്ന് വരെ ഈ തള്ളിമറിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇതിന്റെ ഒരു എഫ്ഐആറിന്റെ ഒരു കോപ്പിയോ ജാമ്യാപേക്ഷ കൊടുത്തതിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ഇതിന്റെ റിമാൻഡ് റിപ്പോർട്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ഉണ്ടയില്ല വെടി പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്, വെടിപൊട്ടിക്കുകയാണ് കിടന്നിട്ട് ഇങ്ങനെ. പക്ഷെ ഉണ്ടയില്ല വെടിയാണെന്ന് മാത്രം. മൊത്തത്തിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്നേരം അങ്ങ് തുടങ്ങും ഉണ്ടയില്ല വെടി പൊട്ടിക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ മാറി മാറി. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇനിയും ഇവര് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ നാട്ടിലൊരു വിഷയം വന്നാൽ ആ ചെയ്ത ആൾ ആരായാലും, അത് കന്യാസ്ത്രീ ആയിക്കോട്ടെ, പള്ളിയിൽ അച്ഛനായിക്കോട്ടെ, ഉസ്താദ് ആയിക്കോട്ടെ, സന്യാസി ആയിക്കോട്ടെ, സന്യാസിനി ആയിക്കോട്ടെ, അവര് തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം. അതൊരു കോമൺ സംഗതിയാണ്, ആണല്ലോ. അതിനെ മതാടിസ്ഥാനത്തില് മതം തിരിച്ച് രാഷ്ട്രീയം തിരിച്ച് എന്തോന്നാണിത്? അപ്പൊ തെറ്റ് ചെയ്തവൻ എന്താ തെറ്റല്ലേ? മതത്തിന്റെ രീതിയിൽ തെറ്റ് ചെയ്താൽ അവന് ശിക്ഷയില്ല, മതമല്ലാത്തവൻ തെറ്റ് ചെയ്താലേ ശിക്ഷയുള്ളൂ, അങ്ങനെയാണോ? മതാടിസ്ഥാനത്തിലാണ് എല്ലാം തീരുമാനിക്കുന്നത്. അത് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് അങ്ങനെയാണ്, എല്ലാം മതാടിസ്ഥാനത്തിലാണ്. മയക്കുമരുന്ന് കള്ളക്കടത്തിലായാലും കഞ്ചാവിന്റെ കള്ളക്കടത്തിലായാലും സ്വർണം കടത്തിന്റെ ആയാലും ഈ പഴയുന്ന പിന്നാമ്പുറം വഴിക്ക് സ്വർണം കടത്തുന്നവനായാലും ശരി, അവൻ മതത്തിന്റെ ആളാണെന്നുണ്ടെങ്കിൽ അവന്റെ പേര് പോലും പുറത്തോട്ട് വരില്ല. ആഹാ, എന്തൊരു സുന്ദര കേരളം! ഈ ഇപ്പൊ മനോരമയും മാതൃഭൂമിക്ക് കത്തിക്കൊണ്ടിരിക്കുക, കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടിനെ കത്തിക്കും അവർ ഈ ഒരു വിഷയം കൊണ്ട്. കാരണം രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഈ മാധ്യമങ്ങൾക്ക് മനോരമയ്ക്ക് മനോരമയുടെ രാഷ്ട്രീയം, മാതൃഭൂമിക്ക് മാതൃഭൂമിയുടെ രാഷ്ട്രീയം, മറ്റുള്ളവർക്ക് അവന്റെ രാഷ്ട്രീയം. അവരെല്ലാവരും അവിടെ ഇരിക്കുന്നവരുമാരും ഈ പറയുന്ന സംഗതികൾ കത്തിക്കാൻ നോക്കുന്നവർക്കായാലും അവരവരുടേതായ രാഷ്ട്രീയങ്ങളിൽ കിടന്നിട്ട് ഇങ്ങനെ തളച്ചു മറിഞ്ഞ് ആ രാഷ്ട്രീയ കണ്ണുകളോട് കൂടിയിട്ട് നാടിനെ വരെ മുടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയി. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം പോയി. ഈ നാട്ടിൽ കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമാണ് മതപരിവർത്തനം. ഇല്ലെന്ന് പറഞ്ഞ സമ്മതിക്കുമോ ആരെങ്കിലും? മതപരിവർത്തനമുണ്ട്, നമ്മുടെ കൺമുന്നിലുണ്ട്. എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്ന ഒരു സവിശേഷതയാണ് ഈ മതം മാറ്റാൻ നടക്കല്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി നിറച്ച ആൾക്കാർ വന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങും, അതിൽ 2ഉം 3ഉം പേരായിട്ട് പല വഴികളിലേക്ക് തിരിഞ്ഞ് അവരുടേതായ ബുക്കുകളും സംഭവങ്ങളും മുഴുവനും കൊണ്ടുവന്നിട്ട് അവരവരുടേതായ രീതിയിൽ പല വഴികളിലേക്ക് തിരിഞ്ഞിട്ട് എല്ലാവരുടെ വീടുകളിലും കയറിയിട്ട് അവരവരുടെ സംഗതികൾ കൊടുക്കുന്നു, ഈ വിശ്വാസ രേഖകൾ കൈമാറുന്നു, അതിനെക്കുറിച്ച് പറയുന്നു, എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യുന്നു. പണ്ടൊക്കെ പറയാ സാധാരണ പാൽപ്പൊടിക്കും പച്ചരിക്കും പാൽപ്പൊടിക്കും വേണ്ടിയിട്ട് മതം മാറ്റി എന്നൊക്കെയാണ് പറയാ. ഈ മതം മാറ്റാൻ വേണ്ടി മാത്രമേ ആൾക്കാർ വരാറുള്ളൂ. മതം മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ആരും കൂട്ടത്തിലൊന്നും കൂട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മതം മാറ്റിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. ആ മതം മാറ്റിച്ചു, അവരവരുടെ പരിപാടി അവിടെ വെച്ച് കഴിഞ്ഞു. മതം മാറ്റിച്ചവൻ അവൻ എന്താ പറയാ, ഓരോ കാര്യങ്ങളിൽ വരുമ്പോഴും അവനെ കൂട്ടത്തിൽ കൂട്ടാത്തൊരവസ്ഥയാണ്. മരപ്പെട്ടിയുമല്ല കോക്കാനുമല്ല എന്ന് പറയും നാടൻ ഭാഷയിൽ. ഈ മതം മാറിയവന്റെ കുടുംബമായിട്ട് പിന്നെ ഈ പറയുന്നവർക്ക് എന്തെങ്കിലും ഒരു ബന്ധം പുലർത്തിയത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അവൻ മതം മാറി, അത്രേ വേണ്ടൂ. അതിനപ്പുറത്തേക്ക് പിന്നെ അവനെ കൂട്ടത്തിലൊന്നും കൂട്ടില്ല. ചിലപ്പോൾ കുഴിവെട്ടുകാരനായിട്ട് കൂട്ടും, അവന് കുഴിവെട്ടുകാരനായിട്ടൊരു ജോലി കൊടുക്കും വേണമെങ്കിൽ. അതാണ് അവന്റെ നിലവാരം. അല്ലാതെ ഒരു കൂട്ടക്കാരും അവനെ കൂട്ടത്തിൽ കൂട്ടിയിട്ടോ ബന്ധുത്വം സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ അവനെ ബന്ധുവായിട്ട് അംഗീകരിച്ചിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ സംഗതികൾ, ഈ മതപരിവർത്തനം എന്തിനാണ്? എന്തിനാണ് ഈ മതം മാറ്റുന്നത്? അതെന്താണ് ആവശ്യം? അപ്പൊ അവര് പറയുന്നത് അവരോട് അവരുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്, എവിടെ വേണമെങ്കിലും പോയിട്ട് ആരെ വേണമെങ്കിലും മതം മാറ്റാനായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന്. ശരി, ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ദൈവം എഴുതി വെച്ച കിതാബിലുള്ള സംഗതികൾ മുഴുവനും നാട്ടിൽ നടപ്പാക്കാൻ നോക്കിയാൽ അടികൊണ്ട് ഓടേണ്ടി വരില്ലേ? ഇല്ലേ? എന്റെ ദൈവം എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.
ഞാൻ പറയാണ് എന്റെ ദൈവം പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലിറങ്ങിയിട്ട് ആ പരിപാടി നടത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തല്ലുകൊണ്ട് ഓടില്ലേ? വിശ്വാസമൊക്കെ നല്ലതാണ് ഒരു പരിധി വരെ. ആ വിശ്വാസം തലയ്ക്ക് പിടിച്ചിട്ട് അതൊരു ഭ്രാന്തായി മാറുമ്പോ അപ്പൊ ചിലപ്പോ അതിന് സമാധാനം പറയേണ്ടി വരും. അവിടെയാണ് ബുദ്ധിമുട്ട്. നിങ്ങളുടെ ദൈവം നിങ്ങളോട് പലതും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നടപ്പാക്കാവുന്ന കാര്യങ്ങളെ നടപ്പാക്കാൻ പാടുള്ളൂ. എന്ത് കാര്യത്തിനാണ് മാന്യമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ കൊണ്ടുപോയിട്ട് മതം മാറ്റുന്നത്? എന്ത് കാര്യത്തിനാണ് ഒരു മനുഷ്യന്റെ ഗതികേടിനെ മുതലെടുപ്പ് നടത്തിയിട്ട് മതം മാറ്റുന്നത്? അതാണല്ലോ ചെയ്യുന്നത്. ഒരു പാവപ്പെട്ടവന് അവന് ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ അന്നേരം അവനെ ചൂഷണം ചെയ്യുക. അവന് 10 രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ കൈകൊണ്ട് നിങ്ങൾ അവനെ മതം മാറ്റാനുള്ള വഴി നോക്കുക. അവനെ സഹായിക്കുന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ചാരിറ്റി പ്രവർത്തനമായാലും സഹായങ്ങളായാലും അതിൻ്റെയൊക്കെ പുറകിൽ സംഭവിക്കുന്നത് ഇതാണ്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. എന്തിന്? ഈ പറയുന്ന മതം മാറ്റം നടക്കുന്ന ആൾക്കാരോട്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഈ മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മനുഷ്യരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ നാട്ടിലെ ഹിന്ദുക്കൾ എല്ലാവരും കൂടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെയൊക്കെ വീടിന്റെ മുന്നിൽ എല്ലാ ക്രിസ്ത്യൻ ഫാമിലിയുടെയും എല്ലാ മുസ്ലിം ഫാമിലിയുടെയും മുന്നിൽ വന്നിട്ട് ഞങ്ങൾ വീടാന്തരം കയറിയിട്ട് ഭഗവത്ഗീതയും തന്നിട്ട് അല്ലെങ്കിൽ രാമായണം തന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണമെന്ന് ഏതെങ്കിലും ഒരു ഹിന്ദു വന്നതായിട്ട് കാണിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇന്ന് വരെ. കാലമുണ്ടായിട്ട് കുറെ കാലങ്ങളായില്ലേ? നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ടും നമ്മുടെ ഈ ഭാരതം എന്ന് പറയുന്ന സംഗതി കൂടി ഉണ്ടായിട്ട് വർഷങ്ങളായല്ലോ. എന്തുകൊണ്ടാണത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ഹിന്ദുവിനായിക്കൂടെ? ഹിന്ദുവിന് ഇറങ്ങിക്കൂടെ? രാവിലെ കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്തൂടെ? ഇന്ന് 10 ആൾക്കാരെ മതം മാറ്റി, അവന് ജീവിക്കാനുള്ള പൈസ കിട്ടി, ആയിക്കൂടെ? അതെന്തുകൊണ്ടാണ്? ഇത് രണ്ടു കൂട്ടക്കാർക്കും ചിന്തിച്ചൂടെ? അപ്പൊ നിങ്ങളുടേതായ പൈതൃകങ്ങള്, നിങ്ങളുടേതായ വിശ്വാസങ്ങള്, നമ്മുടേതായ വിശ്വാസങ്ങളും പൈതൃകങ്ങളും ഇത് വിറ്റുപോകാത്ത ചരക്കാണോ ഈ മതം? മതം വിറ്റുപോകാത്ത ചരക്കാണോ? അതോ നിങ്ങളുടെ ദൈവങ്ങൾക്ക് ചെലവില്ലേ? മാർക്കറ്റിംഗ് ആണോ ഇത്? ഈ രണ്ടു കൂട്ടക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ദൈവങ്ങളും വിശ്വാസങ്ങളും വിൽക്കപ്പെടേണ്ടതാണോ? അതോ ആൾക്കാരെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഞങ്ങളിലേക്ക് വരൂ എന്ന് ഞങ്ങളിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വിറ്റ് അഴിക്കേണ്ട ചരക്കുകളാണോ മതം? വാട്ട്സ് എ നോൺസെൻസ്. വിശ്വാസവും മതങ്ങളും വിറ്റഴിക്കപ്പെടേണ്ടതാണോ? അതല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതം വിൽക്കുക, മതത്തിലേക്ക് ആളെ പിടിച്ചു ചേർക്കുക. വോട്ടേഴ്സിൽ പിന്നെ ലിസ്റ്റിൽ പേര് ചേർക്കുന്ന പോലെ മതത്തിലേക്ക് ആളെ പിടിച്ചു ചേർക്കുക. നമ്മുടെ മതത്തിന് പരസ്യം കൊടുക്കുക, പരസ്യത്തിന് ആളെ ഏർപ്പാടാക്കുക. വീടാന്തരങ്ങൾ കറന്നിട്ട് ദൈവത്തിന്റെ പരസ്യം പറഞ്ഞിട്ട് അവരങ്ങനെ ദൈവത്തിനെ വിറ്റുകൊണ്ടിരിക്കുക. വാട്ട് എ നോൺസെൻസ്. അതാണോ വേണ്ടത്? അതാണോ ദൈവങ്ങള്? അത്രയും ക്വാളിറ്റി ഉള്ളോ ദൈവങ്ങൾക്ക്? അപ്പൊ ഡിമാൻഡ് കുറവാണോ ഈ പറയുന്ന ആൾക്കാരുടെ ദൈവങ്ങൾക്ക്? ഈ ആൾക്കാരെ പിടിച്ചു ചേർക്കാനായിട്ട് ഏറ്റവും മേളിലിരുന്നിട്ട് യേശു ക്രിസ്തുവോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ ഈ പറയുന്ന നബിയോ ഏത് ഇലക്ഷനിലാണ് മത്സരിക്കാൻ പോകുന്നത്? അവര് ഏത് ഇലക്ഷനിലാണ് മത്സരിക്കാൻ പോകുന്നത്? ഈ നാട്ടിൽ കിടന്നിട്ട് ഈ അന്തവും കുന്തവും ഇല്ലാത്ത ഈ മനുഷ്യർ കിടന്നിട്ട് ഈ മതത്തിന്റെ പുറകെ പോയിട്ട് ഈ മതപരിവർത്തനം നടത്തുമ്പോ ഈ മതപരിവർത്തനത്തിന്റെ പുറകില് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എത്ര മ്ലേച്ഛമായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാവപ്പെട്ടവന് 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഗതികേട് മുതലാക്കിയിട്ട് അവനെ മതപരിവർത്തനം നടത്തിയിട്ട് കൂട്ടത്തിലേക്ക് കൂട്ടിയിട്ട് എന്ത് നേടാനാണ്? അതിൽ ആരാണ് നാണം കെട്ടുപോകുന്നത്? ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഈ സാധാരണക്കാരി എന്നുള്ള രീതിയിൽ എന്റെ സംശയം ഞാൻ ഈ ചോദിക്കുന്നത് ഈ സമൂഹത്തിനോട്. കുറെ കാലങ്ങളായിട്ട് ഇത് കാണുന്നുണ്ട്. ഇപ്പോഴൊക്കെ നാട്ടിലിറങ്ങിയിട്ട് മതപരിവർത്തനം നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇവര് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഈ പരിപാടി ചെയ്തിട്ട് ലക്ഷക്കണക്കിന് പേരെ മതം മാറ്റിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പേരെ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരാൾ ജനിച്ചാൽ അവനായിട്ട് തന്നെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചൂടെ? എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ വലുതല്ലേ? എന്റെ വിശ്വാസം എനിക്ക് വലുതാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വലുതാണ്. എന്റെ വിശ്വാസത്തെ നിങ്ങൾ ബഹുമാനിക്കുമ്പോഴല്ലേ നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുക. അങ്ങനെയാണല്ലോ. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ശരിയാണ്. അല്ലാണ്ട് ഒരു മതത്തിലേക്ക് മാത്രമാണോ? അല്ലെങ്കിൽ വൺ വേ ട്രാഫിക് ആണോ മതം? ഇതെന്തവസ്ഥയാണ്? ഈ മതം മാറ്റുന്ന ഏർപ്പാട് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു ഏർപ്പാടാണ്. അത് എന്ത് ഏർപ്പാടാണ്? കാലങ്ങളായിട്ട് ഞാൻ ഈ സമൂഹത്തിനോട് ചോദിക്കുന്നതാണ്, എന്തിനാണ് ഈ മതം മാറ്റം? ഈ രണ്ടു കൂട്ടർ മാറി മാറി ചെയ്യുന്നതാണ്.
ഇത്രയും മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഉളുപ്പ് വേണ്ടേ? സ്വന്തം ദൈവത്തിന് വില പറഞ്ഞ് വിൽക്കുമ്പോൾ, സ്വന്തം ദൈവത്തിന് ഇതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ കാഴ്ച വെച്ചിട്ട് മാർക്കറ്റിംഗ് ഇല്ലാണ്ട്, ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ആണ്. ഇപ്പോ മാർക്കറ്റിംഗ് ആണ് അതിന്റെ പുറകില്. അതുകൊണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ദൈവങ്ങളെ മാർക്കറ്റ് ചെയ്തിട്ട് വിൽക്കുക, എന്നിട്ട് അതിലേക്ക് ആളെ പിടിച്ച് ചേർക്കുക. അത് അപ്പുറത്തുള്ളവൻ എന്തെങ്കിലും ജീവിക്കാൻ വയ്യാത്ത ഗതികേടാണെങ്കിൽ അവന്റെ ഗതികേട് മുതലെടുപ്പ് നടത്തുക, അതും വിറ്റ് ജീവിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കോടീശ്വരനാവുക. നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ മതപരിവർത്തനം നമ്മുടെ നാട്ടില് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ്. സർവ്വസാധാരണമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അത് ഈ മുസ്ലിം വിഭാഗത്തിലേക്കായാലും ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആൾക്കാരായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഏത് പള്ളിയിലെ കന്യാസ്ത്രീമാരുണ്ടോ, ഏത് പള്ളിയിലെ ഈ പറയുന്ന ആൾക്കാരുണ്ടോ, ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ മതപരിവർത്തനം അവരുടെ സ്ഥിരം പരിപാടിയാണ്. മദർ തെരേസ നമ്മുടെ നാട്ടിലേക്ക് വന്നു, ഇന്ത്യയിലേക്ക്. എന്തായിരുന്നു ലക്ഷ്യം? എല്ലാവരും വാഴ്ത്തപ്പെട്ടവളായിട്ട് കാണുന്നു, അമ്മയായിട്ട് കാണുന്നു, മാതാവായിട്ട് കാണുന്നു, എല്ലാമായിട്ട് കാണുന്നു. ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ മദർ തെരേസയുടെ വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഭാരതത്തിലേക്ക് മതം മാറ്റം. പച്ചയായ സത്യമാണ്. പക്ഷെ ആർക്കും പറയാനായിട്ട് ധൈര്യമില്ല, ആരും പറയില്ല. അതിനെ മേക്കപ്പ് ഇട്ട് പൊടി തുടച്ചു വെക്കുന്ന ഒരവസ്ഥയാണ്. മതം മാറ്റം തന്നെയായിരുന്നു ലക്ഷ്യം. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കോ, വിക്കിപീഡിയ എടുത്ത് നോക്കിക്കോ, എവിടെ വേണമെങ്കിലും നോക്കിക്കോ. അവരുടെ വരവിന്റെ ഉദ്ദേശം മതം മാറ്റം തന്നെയായിരുന്നു. എന്തിന്? അതില് ഒരു കൂട്ടക്കാര് അതിൽ നല്ലപോലെ മുതലെടുപ്പ് നടത്തി ജീവിക്കുന്നു, കോടീശ്വരന്മാരാവുന്നു. ഒരു കൂട്ടക്കാര് അതിന്റെ എന്താ പറയാ ആ ഗതികേടിൽ പെട്ട് ജീവിക്കേണ്ട ആൾക്കാരായിട്ട് മാറിപ്പോകുന്നു. അതിന്റെ രക്തസാക്ഷികളായിട്ട്, ഈ മതമാറ്റത്തിന്റെ രക്തസാക്ഷികളായിട്ട്. ഞാൻ പറയണേ, എനിക്ക് ഒരു സുപ്രഭാതത്തിൽ ഞാൻ പറയാണ്, എനിക്ക് നാളെ തൊട്ട് പള്ളിയിൽ പോകണം, എനിക്ക് നാളെ തൊട്ട് പ്രാർത്ഥിക്കണം. അത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരട്ടെ, അന്നേരം നിങ്ങൾ അംഗീകരിക്കേ. അല്ലെങ്കിൽ എനിക്ക് നാളെ പർദ്ദ ഇടണം, എനിക്ക് നാളെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം. അല്ല, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ തന്നെ നടക്കണ കാര്യമൊന്നുമല്ല. എങ്ങനെയാണെങ്കിലും എനിക്ക് ചെയ്യണം, എനിക്ക് നാളെ മുസ്ലിം മതാചാര പ്രകാരം എനിക്ക് ജീവിക്കണം എന്ന് പറയുന്ന വ്യക്തി സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ then okay. അതല്ലാത്ത പക്ഷം ഈ പരസ്യം കൊടുത്ത് ഈ മാർക്കറ്റിംഗും കൊണ്ട് ദൈവങ്ങളെ കൊണ്ടുപോയിട്ട് വീട് വീടാന്തരം വിൽക്കാനും വീട് വീടാന്തരം പറയാനും നടക്കാനായിട്ട് എത്രത്തോളം മ്ലേച്ഛമായതാണെന്നുള്ളത് ഇവര് സ്വയം മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന മതങ്ങളുടെയൊക്കെ വാല്യൂ എത്രയാണെന്നുള്ളത് ഈ നടത്തത്തോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത്ര വാല്യൂ ഉണ്ടാവുള്ളതായിരിക്കും. അതുകൊണ്ടാണല്ലോ പൊലിപ്പിച്ച് കാണിക്കേണ്ടി വരുന്നത്. എന്തൊരു സാധനവും നിങ്ങളുടെ കയ്യിൽ ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള സാധനത്തിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ഒരു പരസ്യവുമില്ലാതെ വിറ്റഴിക്കപ്പെടും. ഇപ്പൊ എന്നെ കേൾക്കുന്ന കൂട്ടുകാരിലെ കച്ചവടം ചെയ്യുന്നവരുണ്ടാവും, ബിസിനസ്സുകാരുണ്ടാവും, പലതരത്തിലുള്ള മനുഷ്യരുണ്ടാവും. അപ്പൊ അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പരസ്യവും വേണ്ട, അത് വിറ്റഴിക്കപ്പെടും. എവിടെ വെച്ചാലും അത് വിറ്റഴിക്കപ്പെടും. പക്ഷേ ആ ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ അതിന് കോടികൾ മുടക്കിയിട്ടുള്ള പരസ്യം വേണ്ടി വരും. അതായിരിക്കും ഈ സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. സ്വയം ചെറുതാവലാണ് സത്യം. ആങ്ങളെ മരിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി. ഇതാണ് അവസ്ഥ. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് പ്രശ്നം, സുരേഷ് ഗോപിയുടെ പാർട്ടിയാണ് പ്രശ്നം. സുരേഷ് ഗോപിക്ക് പകരം അവിടെ സുനിലാണ് ജയിച്ചെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ്. കഴിഞ്ഞ 10-70 വർഷമായിട്ട് കേരളത്തിനെ ഭരിച്ച് മുടിച്ച് അവസാനിപ്പിച്ച 2 രാഷ്ട്രീയക്കാരാണ്. എന്നാലും ഇപ്പൊ ഒരു മാറ്റം വന്നത് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചപ്പോഴാണ്. എന്നാലും ശരി, സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ് പ്രശ്നം. എന്തോന്നാണ് സുരേഷ് ഗോപി എന്ത് ചെയ്തിട്ട്? അക്രമമാണ്. ഈ മതം നമ്മുടെ നാട്ടില് ഈ രാഷ്ട്രീയക്കാർ ഉയർത്തിപ്പിടിക്കുന്നതും വേർതിരിവുണ്ടാക്കി നമ്മളെയൊക്കെ വെച്ചിരിക്കുന്നതും അങ്ങേയറ്റത്തെ അക്രമം തന്നെയാണ്. അത് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നോ, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, മതം നമുക്ക് നമ്മുടെ ആത്മീയമായ ഒരു കാര്യം മാത്രമാണ് എന്ന് ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുകയും നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ കിടന്നിട്ട് ഇങ്ങനെ മുതലെടുപ്പ് നടത്തുവോ മക്കളെ? നമ്മളെ വിഡ്ഢികളാക്കുവോ? എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഈ 2 കൂട്ടക്കാരും ഇല്ലേ? നമ്മളെ വിഡ്ഢികളായിട്ട് നിന്ന് തുടക്കാനായിട്ട് എത്രയോ കാലങ്ങളായിട്ട് തുടങ്ങിയതാണ്.
ഒന്ന് ചിന്തിച്ചുകൂടെ? ചെറിയൊരു തലച്ചോറ് വെച്ചിട്ട്. നമ്മളെ മുതലെടുപ്പ് നടത്തുകയാണ് ഈ രാഷ്ട്രീയക്കാര്. അവർക്ക് കളിക്കാനുള്ള ആയുധമാണ് മതം. അവർക്ക് കളിക്കാനുള്ള ആയുധമാണ് മതം. അവരവരുടെ പൊന്നോമന മക്കളായിട്ട് വളർത്തി കൊണ്ടുവരുന്ന മതമാണ്. ആ മതത്തെ തൊട്ടാൽ അപ്പ രാഷ്ട്രീയക്കാർക്ക് പൊള്ളും. ആ മതം മതമായിട്ട് നിന്നാലേ വേർതിരിവ്, അതായത് ഈ മതങ്ങളിൽ വേർതിരിവ് ഉണ്ടെങ്കിലേ ഇവർക്ക് രക്ഷയുള്ളൂ, രാഷ്ട്രീയക്കാർക്ക് രക്ഷയുള്ളൂ. ആ പിന്നെ കളിയാണ് ഈ രാഷ്ട്രീയക്കാർ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അവർ കൊടുക്കുന്ന കോടികൾ വിഴുങ്ങിയിട്ടാണ് ഈ മെയിൻ മാധ്യമങ്ങൾ കിടന്ന് ചെലച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതില്. ഇതിന്റെ സത്യാവസ്ഥ ഇത്രയേ ഉള്ളൂ. ഈ മെയിൻ മാധ്യമങ്ങളും ഈ രാഷ്ട്രീയക്കാരും കൂടി നമ്മളെ പടുവിഡ്ഢികളാക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അത് മനസ്സിലാക്കിയാൽ അതോടുകൂടി തീരും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ. അല്ലാതെ ഇതിൽ കൂടുതലായിട്ടൊന്നും. കാരണം ഓരോരോ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ടൊരു വിഷയം പറയട്ടെ. 2 മക്കളെ കൈപിടിച്ചിട്ട് ഷൈനി എന്ന് പറയുന്ന ഒരു ലേഡി ട്രെയിനിന്റെ മുന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. ചിന്നിച്ചെതറി 2 കുഞ്ഞു മക്കളും ആ അമ്മയും ചിന്നിച്ചെതറിപ്പോയി. ഈ കോടികൾ കൈമുതലായുള്ള സഭ, നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ സഭ, കോടികൾ കൈമുതലായുള്ള ക്രിസ്ത്യൻ സഭ ഒരു ചെറു വിരലിൽ കൊടുത്തിരുന്നെങ്കിൽ ആ സ്ത്രീ ജീവിച്ചേനെ ഇല്ലേ? ആ 2 മക്കളെയും ആ ഷൈനിയെയും സഭ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീ ഇന്ന് ജീവിച്ചിരിക്കേണ്ടതാണ്. അതൊക്കെയല്ലേ മനുഷ്യർക്ക് വേണ്ടത്. ഈ പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കാനായിട്ട് ആ സ്ത്രീ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഓരോ വിഷയവും സംഭവിക്കുമ്പോൾ നമ്മളത് മറക്കുകയാണ്, പെട്ടെന്നങ്ങ് മറക്കും നമ്മൾ. ഷൈനിയും മക്കളും ഇന്നും കൺമുന്നിൽ നിന്ന് പോവാത്തൊരവസ്ഥയാണ്. ആ ഷൈനിയും മക്കളെയും ഒരു ചെറിയ വിരൽ കൊടുത്ത് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ കോടികളാസ്തിയുള്ള സഭയാണ് കേരളത്തിൽ. ചെയ്തില്ല. പാവം ജോസഫ് മാസ്റ്റർ കൈവെട്ടിയിട്ട് ആ മനുഷ്യനെ ഒന്ന് ചേർത്ത് പിടിച്ചില്ല. അദ്ദേഹത്തിന്റെ കൈവെട്ടി, അദ്ദേഹത്തിന്റെ കുടുംബം പോയി, അദ്ദേഹത്തിന്റെ ജോലി പോയി, അദ്ദേഹത്തിന്റെ സർവ്വതും നശിച്ചു. ആയുസിന്റെ ബലം കൊണ്ട് മാത്രം ജോസഫ് മാസ്റ്റർ ജീവിച്ചിരിക്കുകയാണ്. ഈ സഭ അദ്ദേഹത്തെ ഒരു ചെറുവിരൽ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്തില്ല. ഒറ്റപ്പെടുത്തി, പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്തി. എന്തിനാണപ്പോ നമുക്കൊരു കൂട്ടായ്മ? എന്തിനാ? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു സഹായം വേണ്ടി വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ആ കൂട്ടത്തിലുള്ള മനുഷ്യനെ സഹായിക്കാനാണല്ലോ കൂട്ടായ്മ. അങ്ങനെയാണല്ലോ വേണ്ടത്. ഇതാണ് നമ്മുടെ നാട്. രാഷ്ട്രീയ കളികള് സ്വന്തം കൂടപ്പിറപ്പിനോ, സ്വന്തം കൂടെ നിൽക്കുന്നവനോ, സ്വന്തം കൂട്ടത്തിലുള്ളവനോ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പള്ളിമേടയിൽ കയറിയിട്ടാണ് പള്ളിയിൽ അച്ഛനെ കുറെ SDPI പ്രവർത്തകർ കൊല്ലാൻ നോക്കിയത്. വണ്ടി ഇടിച്ചിട്ടാ കൊല്ലാൻ നോക്കിയത്. ഇവിടുത്തെ സഭ എന്തെങ്കിലും റോഡ് ഇറങ്ങിയിട്ട് പിന്നെ പ്രതികരിച്ചിട്ട് നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ ഈ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. സിസ്റ്റർ അഭയ കൊലക്കേസ് എവിടെയാണ്? കൂട്ടത്തിലൊരാൾ മരിച്ചതാണല്ലോ, കൊന്നു കിണറ്റിലിട്ടതാണല്ലോ. എന്തുകൊണ്ടാണ് അതിനെതിരെ ഈ സഭ പ്രതികരിക്കാത്തത്? സഭയ്ക്ക് എന്താ സത്യം വേണ്ടേ? സത്യം പുലരണ്ടേ? നീതി നടപ്പാവണ്ടേ? ഇത് വിരലിലുണ്ടാവുന്ന കേസല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കേസുകൾ ഉണ്ടാവുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോ തെറ്റാര് ചെയ്താലും ശരി, അത് തെറ്റ് തന്നെയാണ്. ന്യായമല്ലാത്തത് ചെയ്താൽ അത് ന്യായമല്ലെന്ന് തന്നെ പറയണം, പറഞ്ഞേ പറ്റുള്ളൂ. സാധാരണക്കാരനൊരു ന്യായം, രാഷ്ട്രീയക്കാരനൊരു ന്യായം, മറ്റുള്ളവർക്ക് മതാടിസ്ഥാനത്തിൽ ഒരു ന്യായം, എല്ലാവർക്കും വേറെ വേറെ ന്യായങ്ങളാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ കോടതികളും പോലീസും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഈ ന്യായ സംഹിതയുടെ തന്നെ ആവശ്യമില്ല. അങ്ങനെ വരരുത്. അങ്ങനെ വന്നാൽ ആ നാടിന്റെ അവസാനമാണ്. പിന്നെ ആ നാട് നിലനിൽക്കില്ല ഇങ്ങനെ പോയാൽ, അല്ലെ? അല്ലെങ്കിൽ ഏകദേശം കേരളത്തിന്റെ അവസ്ഥ ഇന്ന് അവസാനിക്കാറായിട്ടുണ്ട്. അത്രത്തോളം ആയിട്ടുണ്ട്. ഈ രാഷ്ട്രീയക്കാർ കൂടിയിട്ട് അത്രത്തോളം ആക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഒരു തരത്തിലുള്ള ഉന്നതി ഇല്ലാതെ വെറും പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറി കേരളം. മതം മാത്രം, മതത്തിലുള്ളവർ മാത്രം ജീവിച്ചാൽ മതി, മതമില്ലാത്തവൻ ജീവിക്കുകയേ വേണ്ട എന്നതാണ് കേരളത്തിന്റെ മുദ്രാവാക്യം. മതത്തിൽ ആർക്കാണോ കൂടുതൽ പിടിപാട്, മതത്തിൽ ആർക്കാണോ കൂടുതൽ സ്ഥാനങ്ങള്, അതാണ് നമ്മുടെ നാട്ടില് ഏറ്റവും വലിയ ഡിഗ്രി ആയിട്ട് ഇപ്പൊ മാറിയിട്ടുള്ളത്. മതമുള്ളവൻ എന്ത് ചെയ്താലും അവനെ ആരും ചോദിക്കില്ല, മതം പൊട്ടിയവൻ എന്ത് ചെയ്താലും അവനെ ആരും ചോദിക്കില്ല. ആ അവസ്ഥയിലേക്ക് തരം താഴ്ന്നു നമ്മള്. അപ്പൊ എന്താണെങ്കിലും ശരി, നമ്മുടെ നാട്ടിലെ ന്യായങ്ങൾ നടക്കട്ടെ. നിങ്ങളുടെ വിശ്വാസങ്ങളെ ഞാൻ ബഹുമാനിക്കുമ്പോൾ എന്റെ വിശ്വാസങ്ങളെ നിങ്ങളും ബഹുമാനിക്കണം. അതർവൈസ് വൺ വേ ട്രാഫിക് ആയിട്ട് വിശ്വാസങ്ങൾ മാറിയാൽ അത് ഒരു പരിധിവരെ പിന്നെ മുന്നോട്ട് പോവില്ല.
നമ്മൾ നിങ്ങളുടെ വിശ്വാസങ്ങളെയൊക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. തിരിച്ച് ഇങ്ങോട്ടും വേണമെന്നുള്ളത് നിർബന്ധമാണ്. അതില്ലാണ്ടായാൽ കാലം പണ്ടത്തെ കാലമല്ല, അടിപ്പാഴ്സലായിട്ട് കിട്ടും, അത് ഉറപ്പാണ്. പണ്ട് മതം മാറ്റം നടന്നിരുന്നപ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ആരും ഒന്നും മിണ്ടിയിരുന്നില്ല. പക്ഷെ ഇന്ന് ആ പരിപാടിക്ക് നടന്നാൽ നാട്ടിലെ ആൾക്കാർ ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു കാര്യം പറയാനും വന്നത്. അപ്പൊ ന്യായങ്ങൾ നടക്കട്ടെ. എപ്പോഴും ഒരുപാട് തെറ്റുകളൊക്കെ ഓരോരുത്തർ ആവർത്തിച്ച് ചെയ്യുമ്പോഴും ഓരോ ദിവസവും അത് രാഷ്ട്രീയക്കാർ ന്യായീകരിക്കുമ്പോഴും രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിൽ അവന് രക്ഷപ്പെടാമെന്നുള്ള അവസ്ഥ വരുമ്പോഴും അതിനെ മെയിൻ മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയം വെച്ചിട്ട് പറയുമ്പോഴും നമുക്ക് പ്രത്യാശിക്കാം, നമുക്ക് എല്ലാവർക്കും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. ആ വിശ്വാസത്തിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ആ വിശ്വാസത്തിനെ കൂമ്പുള്ളൂ, ആ വിശ്വാസമേ നിലനിൽക്കാൻ പാടുള്ളൂ. നമ്മൾ ഒന്നാണ്, നമ്മളെല്ലാ മനുഷ്യരും, മുറിച്ചാൽ എല്ലാവർക്കും വരുന്ന ചോര ചുവപ്പാണ്. നമ്മുടെ ജീവിതങ്ങളും എല്ലാ കാര്യങ്ങളിലും മതം, വിശ്വാസങ്ങൾ അവരവരുടെ മാത്രം പേഴ്സണൽ കാര്യങ്ങളാണ്. അത് പബ്ലിക്കായിട്ട് കൊണ്ട് ഇറക്കരുത്. ഇറക്കിക്കഴിഞ്ഞാൽ വളരെ മോശമാണ്, ആ നാട് തന്നെ അവസാനിച്ചു പോകും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.